വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാനായിട്ട് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അയാളുടെ മിനിമം 30 കിലോ സ്വർണ്ണമെങ്കിലും നമ്മൾ പിടിച്ചെടുത്തു. കാരണം ഇപ്പൊ ഈ കേന്ദ്രത്തിന് കഴിയാത്തത് കേരളത്തിന് കഴിഞ്ഞു. നമ്പർ 1 കേരളം. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം എന്താ ചോദിച്ചാൽ, ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല, അതങ്ങ് ഇറക്കി വെച്ചേ. അന്വേഷണത്തിന്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് 2025. അതിനെക്കുറിച്ച് തർക്കമില്ല. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറയാം, ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും. അതിനും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. രണ്ടും പച്ച കള്ളമാണല്ലോ. ഈ ദേവസ്വം മന്ത്രി ജനങ്ങളെ ആകെ പറ്റിക്കുകയാണ്. ഇപ്പോഴത്തെ ബോർഡിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ലെന്ന് പറയുന്നു. കഴിഞ്ഞ ബോർഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പങ്കൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. എന്തൊരു പച്ചക്കള്ളമാണ്. കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട് ഒരു SIT രൂപീകരിച്ച വേളയിലും നമ്മുടെ മന്ത്രിമാർ പറയുന്നത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ശ്രീ വിനു, ഇത് ശബരിമലയിൽ കള്ളൻ കയറിയതാണെന്നുള്ള രീതിയിലാണ് ശ്രീ VN വാസവൻ ഇപ്പോഴും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നതും അതേപോലെ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ തന്നെ നടത്തുന്നത്. നമ്മൾ ഈ ശബരിമല വിഷയം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആസൂത്രിത തട്ടിപ്പിന്റെ എല്ലാവിധ ലക്ഷണങ്ങളുമുള്ള ഒരു സ്വർണ്ണക്കടത്താണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടുമ്പുറത്തുകാര് പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല. ഈ പോറ്റിയുടെ ലക്ഷ്യം സത്യത്തിൽ എന്തായിരുന്നു? അയാൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെയെങ്കിലും സന്നിധാനത്തിന് പുറത്തേക്ക് എത്തിക്കുക. പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ കൺട്രോളിലാണ്. പക്ഷെ സന്നിധാനത്താണെങ്കിൽ അതിന് കുറേയധികം പരിമിതികളുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം ഈ പോറ്റി തുടങ്ങുന്ന സമയത്ത് അതിന് തടസ്സം പറയേണ്ടത് ആരൊക്കെയാണ്? തടസ്സം പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷെ അതേ ദേവസ്വം ബോർഡ് തന്നെ ഇയാളുടെ ഈ പകൽ കൊള്ളയ്ക്ക് ചൂട്ട് കത്തിച്ചു പിടിച്ച് കൂട്ടുനിന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണാ വേണ്ട ഉരുളണ്ട പറലണ്ട. അപ്പൊ ആരൊക്കെയാണോ ഈ ശ്രമത്തിന് തടയിടേണ്ടത് അവരെല്ലാം തന്നെ ഒന്നുകിൽ ഇതിന് സാക്ഷിയായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇവരിതിലെല്ലാം തന്നെ ഇടപെട്ട് മൗനാനുവാദം കൊടുത്തിട്ടുണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അങ്ങനെ ഒരു സംഭവം വിധിപ്രകാരം എന്ന് പറയുമ്പോൾ അവിടെ നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇത് അവിടെ വെച്ച് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ പറയാഞ്ഞത് എന്തേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതിനുശേഷം ഇതിന് കണക്കെടുക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടാകേണ്ടുന്ന തിരുവാഭരണം കമ്മീഷണറുണ്ട്, അയാളെ അവിടെ കാണുന്നില്ല. അയാൾ മറ്റെന്തോ ഭാരിച്ച ഉത്തരവാദിത്വം കാരണം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ മഹസർ തയ്യാറാക്കുന്ന സമയത്തോ അവിടെ എങ്ങും ഇല്ലാത്ത ആൾക്കാർ ഇതിന്റെ സാക്ഷികളായിട്ട് ഈ പട്ടികയിൽ പേര് വരുന്നു. ഇനി സാക്ഷികൾ എന്ന് പേരുള്ള ആൾക്കാരുടെ പല ആൾക്കാരുടെയും ഒപ്പ് അവിടെ ഇല്ലാതെ വരുന്നു. എന്താ ഉറക്കം വരുന്നു. അതിനുശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ സ്വീകർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ഈ സാധനത്തിന് എടുത്ത് കയ്യിൽ കൊടുക്കേണ്ടത്. പക്ഷെ സ്വീകർത്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയത് മാത്രമേ ഉള്ളൂ. വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2 ആൾക്കാരാണ് 19-ാം തീയതിയും 20-ാം തീയതിയും 2 ദിവസവും. എന്നിട്ട് ഈ കൊടുത്തുവിട്ടിരിക്കുന്ന സാധനം 1.5 മാസത്തോളം വൈകിട്ടാണ് അതിന്റെ ഡെസ്റ്റിനേഷനിൽ ചെന്നൈയിൽ എത്തുന്നതെന്നും അതുവരെ അത് ബാംഗ്ലൂരിലും പോയി ഹൈദരാബാദിലും പോയി ഒരു ദക്ഷിണേന്ത്യൻ പര്യടനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇവരാരും അന്വേഷിച്ചില്ല. ഇവർ ബോധേഡായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഡിലേ എന്ന് ഇതിൽ ഒരാൾ പോലും ചോദിച്ചില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ചെന്നൈയിൽ ചെന്നിട്ട് തിരുവാഭരണം കമ്മീഷണർ തന്നെ ഇത് വെയിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് 4.5 കിലോയുടെ ഭാരക്കുറവ് കണ്ടപ്പോഴും അയാൾക്ക് ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഒരുപക്ഷെ 39 ദിവസം കഴിയുമ്പോഴേക്കും ഈ പാളികളുടെ എല്ലാം ഭാരം 4.5 കിലോ വീതം കുറയുമെന്നുള്ള രീതിയിലത്തേക്ക് അദ്ദേഹം എവിടെയോ പഠിച്ചിട്ടുണ്ടായിരിക്കാം. തിരികെ അവസാനം ഇത് സന്നിധാനത്ത് എത്തിക്കുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിന്റെ വെയിറ്റ് വീണ്ടും എടുത്ത് നോക്കണം. ആ സമയത്തെങ്കിലും പിടിക്കപ്പെടാം. പക്ഷെ വെയിറ്റ് എടുത്താൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ സമയത്ത് വെയിറ്റ് എടുക്കുന്നില്ല. ഇവരെല്ലാവരും തന്നെ പല സീനിയോറിറ്റിയിലുള്ള
വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനുകളിൽ പലയിടത്തും ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഗൂഢമായിട്ട് ചിന്തിക്കുമോ? അതിനൊരു ബാഹ്യപ്രേരണ ഉണ്ടാകേണ്ടേ? ആ പോയിന്റാണ് വിജിലൻസ് 14-ാമത്തെയും 15-ാമത്തെയും പേജുകളിൽ അവരുടെ റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അങ്ങനെ കരുതണമെങ്കിൽ നമ്മളൊക്കെ വിഡ്ഢികളായിരിക്കണം. അവിടെയാണ് ശ്രീ VN വാസവൻ ചെവി തുറന്ന് കേൾക്കേണ്ടത്. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് ഏത് വർഷത്തെ ബോർഡിനാണോ ഉത്തരവാദിത്തമില്ല എന്ന് മന്ത്രി വാസവൻ പറയുന്നത്, അതേ ബോർഡിന്റെ അധികാരികൾക്ക് ആ വർഷം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നും ഈ ഉദ്യോഗസ്ഥരെ അവരെങ്ങനെയെങ്കിലും ഫോഴ്സ്ഫുള്ളി വശപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, അതിൽ പ്രേരണയാകാം, സമ്മർദ്ദമാകാം, നിർദ്ദേശമാകാം, ഈ രീതിയിലത്തേക്ക് ഇത് മൂന്നാണെങ്കിലും ഇതിൽ ഏതൊരെണ്ണമാണെങ്കിലും അത് ക്രൈമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പിൽ കേവലം ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതിന് വേണ്ടിയിട്ടും സർക്കാരിന് ഇന്ന് ഏറ്റവും വലിയ സൗഭാഗ്യ ദിവസമാണ്, ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ സൗഭാഗ്യം ഉണ്ടാകുന്ന ദിവസം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അന്നേരം ശ്രീ VN വാസവൻ എന്ത് പറയും? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഗുരുതരമായ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണവും വേണ്ട? ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതാണല്ലോ, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നിവർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? അല്ല, അന്വേഷിച്ചാൽ ഇവരും ഇവരുടെ പൂർവികരും ആ സ്ഥാനത്ത് മുമ്പിരുന്ന ആളുകളും നടത്തിയിട്ടുള്ള പകൽ കൊള്ള പുറത്തു വരും. അപ്പോൾ പല ആളുകളും പിന്നെ തലയിൽ മുള്ളിട്ട് എടുക്കേണ്ടിട്ട് വരും. ചില പാർട്ടികളുടെ മോച്ചായ്ക്ക് കാര്യമായ വ്യത്യാസം വരും. 100% ഞാൻ യോജിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇവരെക്കുറിച്ച് നിലവിലുള്ള ഒരു മതിപ്പ് വർദ്ധിക്കും. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാമല്ലോ അവിടെ എന്തൊക്കെ തട്ടിപ്പാട് നടന്നിട്ടുള്ളത്, എവിടെയൊക്കെ അന്വേഷിച്ചാലാണ് ഇവരുടെ പൂച്ച പുറത്തു വരുന്നത് എന്നുള്ള കാര്യം. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വളരെ സ്നേഹത്തിൽ ആദ്യമേ പറഞ്ഞു ഇവിടെ അന്വേഷിക്കാവുന്നില്ല, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയൊക്കെ വളരെ സംതൃപ്തരാണ് എന്ന ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ച് അതുകൊണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവികരായ മറ്റ് സഖാക്കളുടെ ഭരണകാലത്ത് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കഷ്ടകാലത്തിന് ഹൈക്കോടതി വിജിലൻസ് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കുകയും അതിൽ സത്യസന്ധമായ റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടല്ലേ പുലിവാലായത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു, ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അപ്രകാരം എന്ന് വിചാരിക്കുന്നു. കേസ് കഴിഞ്ഞു. ഇത് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ കൈ കഴുകാനൊന്നും പറ്റുകയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം അനുസരിച്ച് അവർ തട്ടിപ്പെടുത്തും. ഇപ്പോൾ ദേവസ്വത്തിൽ ഭണ്ഡാരം ഇടുമ്പോൾ അവരതിൽ നിന്ന് മോഷ്ടിക്കും, അല്ലെങ്കിൽ തിരുവാഭരണം എടുത്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് മോഷ്ടിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനത്തെ ഒരു അഴിമതിയല്ലല്ലോ, ചെറിയ തട്ടിപ്പല്ലല്ലോ, ചെറിയ മോഷണമല്ലല്ലോ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇത് വ്യാജമാസറുണ്ടാക്കിയും ഈ കൊണ്ടുപോയ സാധനം തിരിച്ചു വരാതിരിക്കും. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡിനോട് എൻ്റെ കയ്യിൽ ഒരു അല്പം സ്വർണ്ണമുണ്ട്, അത് ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ചിലവാക്കിക്കൊള്ളട്ടെ എന്ന് കത്തെഴുതി അയക്കുക. പ്രസിഡന്റ് അദ്ദേഹം ഇത് വായിച്ചു ഉടനെ തന്നെ കോരിത്തരിച്ചത് വളരെ നല്ലതായിരുന്നു, അങ്ങനെ നടക്കട്ടെ എന്ന് മറുപടി എഴുതി അയക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് മൂക്ക് കീഴോട്ടുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അവസാനം ഇവർ എന്ത് നമ്പർ പറയുമെന്നറിയാവോ? നമ്മുടെ രാജ്യത്തിനെ കബളിപ്പിച്ച് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞ വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാനായിട്ട് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അയാളുടെ മിനിമം 30 കിലോ സ്വർണ്ണമെങ്കിലും നമ്മൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് ഞങ്ങളെ അഭിനന്ദിക്കണം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷദായകമായ ദിവസമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല മന്ത്രിമാരും ചിലപ്പോൾ വന്ന് പറയും. കാരണം ഇപ്പൊ ഈ അതാണ് കേന്ദ്രത്തിന് കഴിയാത്തത് കേരളത്തിന് കഴിഞ്ഞു. നമ്പർ 1 കേരളം.